ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ കൈയോടെ പൊക്കിയിരിക്കുന്നു. ഗണേഷ് കുമാറിനെ ഏറലാക്കി വീണ്ടും കാലം മുന്നേ തന്നെ ഗണേഷ് കുമാറിന് ഓങ്ങി വെച്ചത് അന്ന് ചില ചളുക്കോട് ഏൽപ്പിച്ച് കടന്നുപോയതാണ്. പക്ഷേ അതിന്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ സംഭവിച്ചത്. ഗണേഷ് കുമാറിന്റെ സ്വന്തം ഭാര്യ അങ്ങയുടെ അവിഹിതം കൈയോടെ പൊക്കിയിരിക്കുന്നു. അതും മറ്റെവിടെ നിന്നുമല്ല, സ്വന്തം വീട്ടിൽ, സ്വന്തം കിടപ്പുമുറിയിൽ നിന്ന്. ഇതിനപ്പുറം ഇനിയും എന്ന് വേണം ഈ മനുഷ്യനെ ചാണകം തെളിച്ച് പുറത്താക്കാൻ. സംഭവത്തെക്കുറിച്ച് ഭാര്യ പറയുന്നത് ഇങ്ങനെ: ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എൻ്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്, ഫോട്ടോസ് എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന്. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് മൈ സ്റ്റാച്ച് മൈ ഫോൺ. ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോൾ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി, ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതിൽ എൻ്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി. ശാന്തം കൊണ്ടുപോയി ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. ഇതാണ് ഉണ്ടായത്. പോലീസ് വന്ന് എന്നോട് ചോദിച്ചു, യാമിനി തങ്കച്ചിയാണോ? ഐ സെഡ് നോ, മൈ നെയിം ഇസ് ബിന്ദു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെങ്ങനെ, അപ്പൊ ഞങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. മന്ത്രിയുടെ വേറെ സ്റ്റാഫായ മനോജ് വന്ന് എന്നോട് ചേച്ചി ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യില്ല, പക്ഷെ എനിക്ക് അതിന് പ്രൊട്ടക്ഷൻ, എന്നെ അപമാനിക്കാനും എന്നെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ചേച്ചി ഒന്ന് അടങ്ങ്, ഒന്ന് സാറിന് ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്ക്. എന്റെ കാലില് മനോജ് വീഴാണ്. മന്ത്രി പോയി ഉള്ളിൽ പോയി വാലടിച്ചു. ഞാൻ പറഞ്ഞു എന്റെ ഡോക്യുമെന്റ്സ് എങ്കിലും എനിക്ക് അറ്റ്ലീസ്റ്റ് എടുക്കണം. മനോജ് പറഞ്ഞു മിനിസ്റ്ററുടെ വീട്ടിലേക്ക് പോലീസ് കയറാൻ പറ്റില്ല. വീട്ടിലേക്ക് പോലും വന്നില്ല. കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ ആദ്യമായിട്ടുള്ള ഗണേശന്റെ പരസ്യ ബന്ധം കാണുന്നതും അറിയുന്നതും എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ പൊരുത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാറി നിൽക്കുകയും വിവാഹമോചനത്തിനുള്ള വഴികൾ ആരായുകയുമായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവം കൂടി. ഏതൊരു സ്ത്രീയും സ്വന്തം വീട്ടിൽ വെച്ച് ഭർത്താവിനെ മറ്റൊരു സ്ത്രീയുമായി കണ്ടാൽ അവർക്ക് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. എന്നിട്ടും ബിന്ദു പറയുന്നുണ്ട്, ഒരു സോറിയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, തെറ്റ് സംഭവിച്ചുവെന്ന് ഏറ്റുപറയുകയെങ്കിലും ചെയ്തിരുന്നെങ്കിലെന്ന്. അതുണ്ടായില്ലെന്ന് മാത്രമല്ല, ഭാര്യയെ ഭ്രാന്തിയാക്കാനും സംശയരോഗിയാക്കാനുമുള്ള തത്രപ്പാടിലായിരുന്നു ഗണേഷ് കുമാർ. അത്തരം ശ്രമമാണ് ഗണേശിൽ നിന്നും ഉണ്ടായത്. എന്നിട്ടും ഗണേശിന് താൻ സമൂഹത്തിന് മുന്നിലും തന്നെ മന്ത്രിയാക്കിയ ജനങ്ങൾക്ക് മുന്നിലും ചീഞ്ഞു നാറുന്നുവെന്ന് തോന്നലുണ്ടായില്ല. അതെല്ലാം അഭിമാനമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് അയാൾ ചെയ്തത്. കൈകാലിട്ടടിക്കുകയാണ് ന്യായീകരിക്കാൻ. താൻ ചെയ്തിട്ടില്ലെന്നൊരു കള്ളം പറയാൻ പോലും ശ്രമിക്കുന്നില്ല. ആത്മാഭിമാനത്തോടെ പറയുകയാണ്, ചിലപ്പോൾ അങ്ങനെയുണ്ടാകും, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ആരും ഇടപെടേണ്ടതില്ലെന്ന്. ഒന്നല്ല, 5000 പേരെ ഗണേഷ് കുമാർ പ്രേമിക്കുന്നുണ്ടെന്ന്. എന്തൊക്കെയായാലും എല്ലാം പറയുമ്പോഴും തൊണ്ട വരളുന്നുണ്ടായിരുന്നു ആ പാവത്തിന്. ഒരു കിണർ വെള്ളം കുടിച്ചാലും ദാഹം തീരില്ലായിരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ. അണ്ണന് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ഒന്നുമല്ല, അതുകൊണ്ടാണ് ചളിപ്പില്ലാത്തത്. മുമ്പ് ആരൊക്കെയോ അടിച്ച് മുഖം വികൃതമാക്കിയത് നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പ് ആദ്യ ഭാര്യ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചതാണ്. അന്നും കാരണങ്ങൾ പരസ്യ ബന്ധമായിരുന്നു. അവസാനം യാമിനി തങ്കച്ചിയെയും മക്കളെയും കോടികൾ നൽകി ഒഴിവാക്കിയതാണ്. അതിനുശേഷം സരിതയിൽ ഗണേശന് കുഞ്ഞുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നതാണ്. ഒരു ചാനൽ ചർച്ചയിൽ ആങ്കറുടെ ചോദ്യത്തിന് സരിത അതിന് വ്യംഗ്യമായി മൂല്യതുമാണ്. യാമിനി തങ്കച്ചി വിഷയത്തിൽ മന്ത്രിപദത്തിൽ നിന്നും പുറത്തായതാണ്. ആ ചൊരുക്ക് ഉമ്മൻചാണ്ടിയുടെ മേൽ തീർത്തത് സരിതയെ ഉപയോഗിച്ചാണ്. ഇപ്പോൾ രണ്ടാം ഭാര്യയും ഗണേഷ് കുമാറിന്റെ അവിഹിത ബന്ധത്തിന് ഇരയാവുകയും പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് പൊതുജന മധ്യത്തിൽ ആത്മാഭിമാനത്തോടെ എല്ലാം വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം അതൊന്ന് അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. അതും മാങ്കുട്ട വിഷയത്തിൽ ഘോരഘോരം ശബ്ദിച്ച മഹാൻ. ഇത്രയൊക്കെ വീരശൂര പരാക്രമശാലിയായ ഗണേഷ് കുറച്ചു മുമ്പ് രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ പറഞ്ഞതെന്ന് നമുക്ക് കേട്ടാലോ? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. ഇത്രയൊക്കെ കൈ മുതൽ ഉള്ളിൽ ഒളിപ്പിച്ചാണ് അണ്ണൻ രാഹുൽ മാങ്കുട്ടത്തിലിനെ തേക്കാൻ നടന്നിരുന്നത്. രാഹുൽ മാങ്കുട്ടത്തിൽ പെണ്ണു കെട്ടാത്തതിന്റെ കേടാണെന്ന് കരുതാം. ഇയാളോ
അറിഞ്ഞുകൊണ്ട് രണ്ട് കെട്ടി, അറിയാതെ എത്രയുണ്ടെന്ന് ആർക്കറിയാം. എന്നിട്ടും വേലിചാട്ടത്തിന് കുറവൊന്നുമില്ല. പെരുങ്കാല വെള്ളത്തിൽ പൂഴ്ത്തി ചെറുവിരലിൽ വീർത്തവനെ മന്തുകാല എന്ന് വിളിക്കും പോലെയാണിത്. മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അണ്ണൻ പ്രതികരിച്ചത്: എന്ത് പറയാൻ, അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു തവണ ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ. രാഹുൽ മാങ്കൂട്ടത്തിന് കോടികൾ നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അബോർഷന് പോയി. ഇങ്ങനെ പണം കൊടുത്ത് തടിയുരുന്നു. രണ്ടായാലും നടക്കുന്നത് ഒരേ പണി തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ആരോപിക്കുന്ന ഗുണങ്ങളൊക്കെ അണ്ണനും ചേരും. ഗണേശ് രാജിവെക്കേണ്ടെന്ന് മുഖ്യൻ പറയുന്നതായാണ് വാർത്ത. ഇടത്തു നിന്ന് ഇതുപോലുള്ളത് നടക്കുമ്പോൾ അതിന് അങ്ങേർക്കൊരു ആസ്വാദന സുഖമുണ്ട്. വലുത് നിന്നാകുമ്പോഴേ അത് വൃത്തികേടും സ്ത്രീപീഡനവും ഒക്കെ ആവും. DYFIക്കാരോടും മറ്റു കുട്ടിസഖാക്കളോടും ഒരു അപേക്ഷയുണ്ട്. അല്പം രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ, നിങ്ങളിൽ പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഈ രാഹുലിനെറിഞ്ഞ കല്ലിന്റെ ബാക്കി കൊണ്ട് ഗണേശനെ ഒന്ന് എറിഞ്ഞാൽ നന്നായിരുന്നു.